പോകുന്ന പ്രേമം വേണ്ടാന്ന് വെക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. പക്ഷെ അത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണെങ്കിൽ പിന്നെ നമുക്കൊരു സമാധാനം ഉണ്ടാവും. പ്രേക്ഷകർക്ക് നമ്മളുടെ മേലുള്ള വിശ്വാസം അല്ലെങ്കിൽ പ്രതീക്ഷ അത് കീപ്പ് ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഇപ്പോഴും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മമിത എന്താണ് ഇങ്ങനത്തെ ക്യാരക്ടറൊക്കെ ചെയ്യുന്നത്? മമിത ഇങ്ങനത്തെ ക്യാരക്ടറൊക്കെ ചെയ്യുന്ന ആവശ്യമുണ്ടോ? റിവ്യൂവേഴ്സിനെ കൊണ്ട് സിനിമ മോശം ആകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഇന്നൊരു കാര്യം നടത്തിയതായിരിക്കും നമുക്ക് ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും സങ്കടം ഏറിയ ഒരു കാര്യം എന്ന് ഓർക്കുമ്പോൾ നാളെ വേറൊരു കാര്യം ഓർക്കും. അതാണ് നമ്മുടെ ഏറ്റവും വലിയ സങ്കടം. എനിക്ക് ഒരു കാര്യത്തോടോ അല്ലെങ്കിൽ ഒരു വ്യക്തിനോടോ തോന്നുന്ന ഒരു പ്രണയമായിരിക്കില്ല വേറൊരാൾക്ക്. അത് ഓരോ വ്യക്തിയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ അത്രയും വളർന്നിട്ടില്ല ആക്ച്വലി. എനിക്കിപ്പം ഇന്നത് വേണം, ഈ പറഞ്ഞ പോലെ എനിക്ക് നിർബന്ധം പിടിക്കാൻ പറ്റത്തില്ല. എന്ത് സിറ്റുവേഷനിലാണോ നമുക്ക് നിൽക്കുന്നതിനനുസരിച്ച് എൻ്റെ സന്തോഷങ്ങളുടെ ഫാക്ടർ മാറാറുണ്ട്. എന്താ പറയാ, ഭയങ്കര അയ്യോ നമ്മളൊന്നും ചെയ്ത് നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണുള്ള അവസ്ഥ. ഹാപ്പി ടു മീറ്റിൽ നിന്ന് നമുക്കൊപ്പം നെസ്ലൻ, മമിത. പ്രേമലുമായിട്ട് നിങ്ങൾ എത്തുമ്പം ശരിക്കും നെസ്ലിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം വീട്ടിലേക്ക് താൻ എവിടെ നിന്നാണോ തുടങ്ങി അവിടേക്കുള്ളൊരു തിരിച്ചുപോക്കിന് അവസരം നൽകുന്നുണ്ട്. മമിതയെ സംബന്ധിച്ചിടത്തോളം സോനാര എന്ന് പറഞ്ഞിട്ട് നമ്മളൊക്കെ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്ത ഒരു കഥാപാത്രത്തെ തന്നെ ഒരു വ്യക്തിയിലേക്ക് വീണ്ടും തിരിച്ചു വന്നുണ്ട്. പ്രേമലു ശരിക്കും നിങ്ങൾക്ക് വീട്ടിലേക്കുള്ള തിരിച്ചുപോക്ക് തന്നെയായിരുന്നില്ലേ രണ്ടുപേരും? ആ ഒരു തിരിച്ചുപോക്ക് എങ്ങനെയായിരുന്നു? അതിൻ്റെ ഒരു സെലിബ്രേഷൻ മോഡ് എങ്ങനെയായിരുന്നു? ഞാൻ ഭയങ്കര ഹാപ്പിയായി. ഇത് നെയ്മറിൻ്റെ ഷൂട്ട് നടക്കുന്ന സമയത്താണ് ഗിരീഷ് ഏട്ടൻ വിളിക്കുന്നതും ഇങ്ങനൊരു സബ്ജക്റ്റ് ഉണ്ട് കേൾക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഗിരീഷ് ഏട്ടനും കിരൺ ജോസി, കോ റൈറ്റർ കിരൺ ജോസിയും കൂടി നേരിട്ട് വന്നിട്ടാണ് കഥ പറയുന്നത്. കഥ എനിക്ക് കേട്ടപ്പോൾ തന്നെ ആക്ച്വലി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അത് പിന്നീടാണ് ഭാവന സ്റ്റുഡിയോസ് ചെയ്യുന്നു. അത് അതിനേക്കാൾ ആ പേര് തന്നെ നമുക്ക് സന്തോഷം നൽകുന്നതാണ്. ഇതെല്ലാം നമുക്ക് വളരെ ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ അസോസിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര. പിന്നെ ഗിരീഷ് ഏട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് ഗിരീഷ് ഏട്ടൻ്റെ സെറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഭയങ്കര സ്മൂത്താണ്. എനിക്ക് തോന്നുന്നത് നെസ്ലന്റെ അഭിനയത്തിന്റെ ഏറ്റവും വലിയ കുറവുകളും ഏറ്റവും ഗുണങ്ങളും കൃത്യമായി അനലൈസ് ചെയ്ത ഫസ്റ്റ് പേഴ്സൺ. അതെ അറിയാവുന്നത് ഗിരീഷ് ഏട്ടന് വ്യക്തമായിട്ട് അറിയാം എന്നെ കൊണ്ട് എന്ത് ചെയ്യിക്കാൻ പറ്റും അല്ലെങ്കിൽ എൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത് ഗിരീഷ് ഏട്ടന് നല്ലപോലെ അറിയാം. അപ്പോൾ വളരെ വളരെ ഹാപ്പിയാണ്. മമിതയ്ക്കോ? ഇതേപോലെ തന്നെ, അതായത് സൂപ്പർ ഷർണയെ ചെയ്യുമ്പോഴാണെങ്കിലും അത് ഗിരീഷ് ചേട്ടനോട് ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എന്നിട്ട് പോലും എനിക്ക് ഭയങ്കര സ്പേസ് ആയിരുന്നു അവിടെ. അതായത് ആ ക്രൂ മൊത്തം അതെ കേട്ടോ. ഭയങ്കര നസ്ലൻ പറഞ്ഞതുപോലെ തന്നെ ഭയങ്കര കംഫർട്ടബിളാണ് അവരോട് വർക്ക് ചെയ്യാനായിട്ട്. നമുക്ക് എന്ത് വേണമെങ്കിലും നമ്മുടെ ഭാഗത്തു നിന്നും ഇൻപുട്സ് ഇടാം. അപ്പോൾ അവരതിനനുസരിച്ച് എൻകറേജിങ് ആയിരിക്കും. അപ്പം ആ സ്പേസ് ഭയങ്കര രസമാണ്. അപ്പം അതിലേക്ക് തന്നെ വീണ്ടും ഒന്ന് തിരിച്ചുപോയി. അത് പ്രേമലു എന്ന് പറയുന്ന സെറ്റ് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്, ഭയങ്കര ഇഷ്ടമാണ്. എന്തൊക്കെ കഴിഞ്ഞ് നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നമ്മുടെ കുടുംബത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അവിടെ നമുക്ക് എല്ലാ ഔട്ട്പുട്ടും കാണിക്കാം. ഒരു സോ കോൾഡ് അഴിഞ്ഞാട്ടത്തിന് അവസരം ഉണ്ടാവും. പിന്നെ നമുക്ക് ഇപ്പൊ സൂപ്പർ ഷർണയെ കഴിഞ്ഞിട്ട് ഞാൻ 2-3 പടങ്ങൾ ചെയ്തിട്ട് തിരിച്ചു വരുമ്പം അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ഞാനും പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ എനിക്ക് അതും കൂടെ ഗുണകരമാണ്. അതും ഇവരോട് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ പൊട്ടൻഷ്യൽ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ശരിക്കും ബിൽഡ് ചെയ്യാൻ പറ്റുന്ന, നമ്മളുടെ ക്യാരക്ടർ കുറച്ചുകൂടെ ബിൽഡ് ചെയ്യാൻ നമുക്ക് രസമുണ്ട് ഈ സെറ്റിൽ. അപ്പം അങ്ങനെ ഉള്ള ഒന്നായിരുന്നു പ്രേമലു. നെസ്ലന്റെ ഒരു സിനിമ കരിയർ തുടങ്ങുന്നത് കുറച്ചുകൂടി അവിചാരിതമായ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു തുടക്കമാണ്. പക്ഷേ മമിതയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സർവോപരി പാലാക്കാരൻ എന്ന് പറഞ്ഞ സിനിമയിൽ തുടങ്ങുന്നു. അവിടെ നിന്ന് മമിത ഞാനിവിടെ ഉണ്ട്, ഞാനൊരു അഭിനേത്രിയാണ്, യു ക്യാൻ ചൂസ് മീ, അല്ലെങ്കിൽ എന്നെ നിങ്ങൾക്ക് കാണാം എന്നുള്ളത് കൃത്യം സ്റ്റാമ്പ് ചെയ്യുന്നത് ഓപ്പറേഷൻ ജാവ എന്ന് പറഞ്ഞ സിനിമ. അപ്പൊ ഈ സർവോപരി പാലക്കാരൻ ടു ഓപ്പറേഷൻ ജാവ, ആ യാത്രയും ഈ ഓപ്പറേഷൻ ജാവ ടു ഇപ്പോൾ വരെയുള്ള യാത്രയും, ഈ യാത്രയിൽ കൂടുതൽ എളുപ്പമായി തോന്നിയത് ഏതായിരിക്കും? തീർച്ചയായിട്ടും ഓപ്പറേഷൻ ജാവ തുടങ്ങി ഇതുവരെയുള്ള പ്രേമലു വരെ ഉള്ള യാത്രയാണ് കുറച്ചുകൂടി പാടായിട്ട് ആക്ച്വലി തുടങ്ങിയത്, വിഷമായിട്ട് തോന്നിയത്. ഫസ്റ്റ് 10 മൂവീസ് എന്ന് പറയുന്നത് എനിക്ക് സത്യം പറഞ്ഞ ക്യാരക്ടേഴ്സിനെ പറ്റി അധികം ധാരണ ഉണ്ടാവില്ല. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇന്നതാണ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന അത്രേ ഉള്ളൂ. അതിൽ ഫുൾ മൂവി എന്താണെന്ന് അറിയുക, അതിനകത്ത് നമ്മുടെ ക്യാരക്ടർ ഭയങ്കര അത്ര ഡെപ്ത് ഉണ്ടാവില്ല നമ്മുടെ ക്യാരക്ടർ. അതെ. പിന്നെ ഓപ്പറേഷൻ ജാവ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു മൂവിയിൽ നായകന് ഓപ്പോസിറ്റായിട്ട് വരിക, അതിൽ തന്നെ കുറച്ച് ഡെപ്തുള്ള ക്യാരക്ടറാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ആ സിനിമയാണ് ശരിക്കും പറഞ്ഞാൽ
സ്ക്രിപ്റ്റ് വൈസ് ആണെങ്കിലും എനിക്ക് മനസ്സിലാവുന്നതും നമുക്ക് ക്യാരക്ടർ ഷെയ്ഡ്സ് കൊടുക്കാൻ പറ്റുന്നതും ഒക്കെ അതിനകത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രേമലൂല് വരെ വന്ന് നിൽക്കുമ്പോഴത്തേനും നമ്മൾ ചൂസ് ചെയ്യുന്ന സ്ക്രിപ്റ്റ് ബാധകമാണ്. നമ്മൾ ആരുടെ വർക്ക് ചെയ്യുന്നു, അപ്പോൾ നമുക്കറിയാം ഈ പറഞ്ഞ മമിത ബൈജു എന്നുള്ള ഒരു ആർട്ടിസ്റ്റ് ഉണ്ടെന്ന് അറിയുമ്പോഴത്തേനും നമുക്ക് അത്രത്തോളം റെസ്പോൺസിബിലിറ്റി കൂടുകയാണ് ചെയ്യും. അപ്പോൾ ആ അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രിയിൽ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാനുള്ള ഒരു യാത്ര ഉണ്ടല്ലോ, അത് ഇച്ചിരി ബുദ്ധിമുട്ട് ഇപ്പോഴും അത് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ നെസ്ലിന് ഈ അവിചാരിതം എന്ന് പറയുമ്പോൾ തന്നെ അതിന് ശേഷമുള്ളതും തിരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നുണ്ട്. കൃത്യമായി നെസ്ലിനെ ഉപയോഗിക്കണം, കൂടെ വന്ന ആൾക്കാരൊക്കെ ചിലപ്പോൾ ഉയർന്നു പോകുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുറേ ടെൻഷനുകൾ മുമ്പിലുണ്ടാവും. അപ്പോൾ ഈ യാത്ര ഏറ്റവും എളുപ്പമാണോ സിനിമയിൽ മുന്നോട്ട് പോകുക എന്നുള്ളത്? ഇപ്പോൾ നമ്മൾക്കൊരു ഉയർച്ച കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് നിലനിർത്തി കൊണ്ടുപോവാൻ കുറച്ച് ടഫാണ്. നമുക്ക് ഇപ്പോൾ പ്രേക്ഷകർക്ക് നമ്മളുടെ മേലുള്ള വിശ്വാസം അല്ലെങ്കിൽ പ്രതീക്ഷ അത് കീപ്പ് ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഇപ്പോഴും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മളെല്ലാരും പറയില്ല എനിക്കൊരു പടം തരും ബാക്കി ഞാൻ കത്തിക്കയറും. ആ ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാലാണ് പിന്നെ കൂടുതൽ കഷ്ടമാവുന്നത്. പ്രണയമാണ് സിനിമ സംസാരിക്കുന്നത്. എനിക്കത് നഷ്ടപ്രണയമാണോ എങ്ങനെയാണെന്നൊന്നും അറിയില്ല, സിനിമ കാണുമ്പോൾ അറിയാം. പക്ഷെ ആദ്യ സിനിമയിൽ പ്രണയത്തെ എതിർക്കുന്ന ആളായിരുന്നു നെസ്ലൻ. പിന്നീട് വന്ന സിനിമകളിലൊക്കെ പ്രണയനഷ്ടം, ഗിരീഷ് ഷെഡിയുടെ സിനിമകളാണ് പറയുന്നത്, അതിനകത്ത് ഒരാൾ പ്രണയനഷ്ടം ഉണ്ടാവുന്ന കാര്യമാണ് പറയുന്നത്. ഇതിനകത്തും എവിടെയൊക്കെ ഒരു പ്രണയനഷ്ടത്തിന്റെ സാധ്യതകളൊക്കെ അവിടെ ഇവിടെ ഉണ്ട്, പറയുന്നില്ല, പോട്ടെ, കൂടുതൽ നമ്മൾ അറിയുന്നില്ല. പക്ഷേ എന്താണ് അപ്പം നെസ്ലിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രണയത്തെക്കുറിച്ച് പറയുമ്പോൾ മനസ്സിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തായിരിക്കും? പ്രണയത്തെക്കുറിച്ച് സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഇത് കുറച്ചുകൂടി സീരിയസ് ലവ് പറയുന്ന, ഇപ്പൊ സൂപ്പർ ഷെഡിലാണെങ്കിലും എൻ്റെ ട്രാക്ക് കുറച്ച് ഹ്യൂമറസ് ആയിട്ടുള്ളൊരു സാധനമായിരുന്നു. ഏറ്റവും അവസാനമാണെങ്കിലും ഞാൻ അനശ്വരുടെ ശരണ്യനെ വിളിച്ച് ഇത് പണി കൊടുക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അത് കുറച്ച് ഹ്യൂമർ ട്രാക്കിലേക്കാണ് അത് പോകുന്നത്. ഇത് കുറച്ചുകൂടി നമ്മൾക്ക് നമ്മളുടെ ലൈഫിൽ ചിലപ്പോൾ ചില സിറ്റുവേഷൻസ് ഒക്കെ നമ്മളുടെ ലൈഫിൽ ചിലപ്പോൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ള പല സിറ്റുവേഷനിലൂടെയും ഈ സിനിമയിൽ പോകുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ഇപ്പോൾ നമ്മളുടെ സുഹൃത്തിൻ്റെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും സിനിമ കണ്ടിരിക്കുമ്പോൾ. ഇത് അവൻ്റെ ലൈഫിൽ അതേപോലെ അതെ അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന നമ്മളുടെ റിയൽ ലൈഫിൽ ഭയങ്കരമായിട്ട് റിയൽ ലൈഫിനോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ളൊരു കഥയാണ് പ്രണയമാണെങ്കിലും. പക്ഷെ അത് പല സിറ്റുവേഷനും മാറി വരുമ്പോൾ കുറച്ചും കൂടി സിനിമാറ്റിക് മോഡിലേക്ക് മാറുന്നുണ്ട്. അപ്പൊ ശരിക്കും റിയൽ ലൈഫിൽ എനിക്ക് പ്രണയമുണ്ടോ എന്നുള്ള ചോദ്യം അറിയില്ല, അത് ചോദിച്ചാൽ ഇഷ്ടപ്പെടുമോ എന്നുള്ളത് അതുകൊണ്ട് ചോദിക്കുന്നില്ല, പോട്ടെ. പക്ഷെ ഈ പ്രണയം എന്താണ് നെസ്ലിനെ സംബന്ധിച്ചിടത്തോളം? പ്രണയം എന്ന് പറയുന്നത് അത് കുറച്ച് ടഫ് ക്വസ്റ്റ്യൻ ആണ്. ഓരോരുത്തർക്കും ഓരോ രീതിയിലല്ലേ, ഓരോ പെർസ്പെക്റ്റീവാണ് പ്രണയം എന്ന് പറയുന്നത്. ഇപ്പം എനിക്ക് ഒരു കാര്യത്തോടോ അല്ലെങ്കിൽ ഒരു വ്യക്തിനോടോ തോന്നുന്ന ഒരു പ്രണയമായിരിക്കില്ല വേറൊരാൾക്ക്. അത് ഓരോ വ്യക്തിയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. വളരെ നല്ലൊരു കാര്യമാണെന്നല്ലേ. ഓക്കെ, ഇപ്പം മമിതയിലേക്ക് വരുമ്പം ഈ പറഞ്ഞ പോലെ ഏറ്റവും ആദ്യത്തെ ഞാൻ ഓപ്പറേഷൻ ജാവേനെ കുറിച്ച് പറയുന്നു. ആ സിനിമയിൽ അവിടെ ഒരു തേപ്പുകാരി എന്നുള്ള പദം അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്, അത് ഉപയോഗിക്കുന്നില്ല. പക്ഷെ എങ്കിൽ പോലും അല്ല, സത്യമാണ്, തേപ്പുകാരി പൊളിറ്റിക്കലി ഇൻകറക്റ്റ് പദമാണ്. അപ്പോൾ ഉപയോഗിക്കുന്നില്ല, പറഞ്ഞു കഴിഞ്ഞിട്ട് അത് ഉപയോഗിക്കുന്നില്ല. സത്യം ഉപയോഗിക്കുന്നില്ല, എന്റെ വായിൽ ചാടിപ്പോയി. അപ്പോഴാണ് ഓർത്ത പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണല്ലോ, ഞാൻ ഒരാളോട് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഈ സാധനം പറയരുതല്ലോ എന്ന് പറഞ്ഞ കയ്യിൽ പോയി പറയുന്നത്. അപ്പം അത്തരത്തിൽ ഒരു വേണ്ട എന്ന് പ്രണയം വേണ്ടാന്ന് നോക്കുന്ന ഒരു കഥാപാത്രമാണ് ഇവിടെ. ഒരാളെ പുറകെ നടത്തിക്കുകയാണ്. ഈ പ്രണയ നഷ്ടം അത് വല്ലാത്ത ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണോ? പിന്നെ തീർച്ചയായിട്ടും ഭയങ്കരമായിട്ട് നമുക്കത് നമ്മളെ ഒരു തരത്തിൽ സഫോക്കേറ്റ് ചെയ്യും ഒരു പരിധി കഴിയുമ്പം. കാരണം ഇപ്പൊ പല കാരണങ്ങളായിരിക്കാം അവർക്കുള്ളത്, പല ഡിഫറെന്റ് സെനാരിയോസിലുള്ള സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം നമ്മളെ ഒരാൾ ഈ പറഞ്ഞ പോലെ ആ പോകുന്ന പ്രേമം വേണ്ടാന്ന് വെക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. പക്ഷെ അത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണെങ്കിൽ പിന്നെ നമുക്കൊരു സമാധാനം ഉണ്ടാവും. ഓക്കെ, ഇന്ന റീസൺ കൊണ്ടാണ് എന്ന ആ ഒരു സമാധാനത്തിനെങ്കിലും നമുക്ക് ഇരിക്കാൻ പറ്റും. പക്ഷെ നമുക്ക് എത്ര വിഷമം ഉണ്ടാണെങ്കിലും ഇപ്പം ഇങ്ങനെ ഒരു കാരണം പറഞ്ഞിട്ടുണ്ട്,
അതുകൊണ്ടാണ്. അപ്പം അത് കോംപ്രിഹെൻഡ് ചെയ്യാൻ നമുക്ക് അധികം നാൾ വേണ്ടി വരില്ല. പക്ഷെ ഇമാജിൻ ഇഫ് നമ്മൾക്ക് പെട്ടെന്ന് എന്താണെന്നറിയത്തില്ല എന്ന് പറഞ്ഞ് പോകുമ്പോൾ നമുക്ക് ഭയങ്കര എന്ത് പറ്റി, എന്റെ മിസ്റ്റേക്ക് ആണോ ആളുടെ മിസ്റ്റേക്ക് ആണോ ഒന്നും അറിയാണ്ടിരിക്കുന്ന നമുക്ക് പെട്ടെന്ന് ഭയങ്കര ബ്ലാങ്ക് ആവും. പിന്നെ നമ്മൾ എല്ലാ കാര്യം എന്ത് ചെയ്താലും അതിലൊരു അംശം നമുക്ക് ആ ഒരു എന്താ പറയാ ഭയങ്കര അയ്യോ നമ്മളൊന്നും ചെയ്യുന്ന നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണുള്ള അവസ്ഥ, ആ ഒരു രീതിയിലേക്കൊക്കെ പോകും. കാരണം എന്ത് സങ്കടം ഉണ്ടായാലും പിന്നെ ഇത് നമുക്ക് മൈൻഡിൽ വരും കയറിയിട്ട്. അങ്ങനെയുള്ള പരിപാടികളൊക്കെ അത് ഞാൻ കുറെ കണ്ടിട്ടുണ്ട് ആക്ച്വലി. അപ്പോൾ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തതിന്റെ പ്രശ്നങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതിപ്പോൾ ഓപ്പറേഷൻ ജാവ ചെയ്യുന്ന സമയത്ത് ആക്ച്വലി കുറേ പേര് പേഴ്സണലി എന്നോടൊന്ന് പറഞ്ഞു, മമിത എന്താണ് ഇങ്ങനത്തെ ക്യാരക്ടറൊക്കെ ചെയ്യുന്നത്, മമിത ഇങ്ങനത്തെ ക്യാരക്ടറൊക്കെ ചെയ്യുന്ന ആവശ്യമുണ്ടോ, ഇതൊക്കെ ഇത്രയും തെറ്റാണെന്ന് അറിയത്തില്ല. അപ്പോൾ കുറേ ലോങ് പാരഗ്രാഫിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആക്ച്വലി കുറേ. അപ്പോൾ അതൊക്കെ കണ്ട് വായിക്കുമ്പോൾ ഞാൻ പേഴ്സണലി അവർക്ക് തന്നെ മെസ്സേജ് അയക്കും, ഇതൊരു ക്യാരക്ടറാണ്, എനിക്ക് തന്നിരിക്കുന്ന ക്യാരക്ടറാണ്. പിന്നെ ഇങ്ങനെയല്ല എല്ലാവരും, അത് സിറ്റുവേഷൻ ഉണ്ടാവാം, അങ്ങനെ പല കാരണങ്ങളുണ്ടാവും. ഇപ്പം അതിനെ തന്നെയാണെങ്കിലും ഓപ്പറേഷൻ ജാവയ്ക്കകത്ത് അൽഫോൺസ പറയുന്നത് വെച്ചാൽ നീ എന്തെങ്കിലും ഒന്ന് ചെയ്യ്, എനിക്ക് അത് നമുക്ക് താല്പര്യമുണ്ട്. പക്ഷെ അവനും ഹെൽപ്ലെസ് ആണ്, ഇപ്പുറത്തേക്ക് അൽഫോൺസും ഹെൽപ്ലെസ് ആണ്. അതുകൊണ്ടാണ് പോകുന്നത്. ഈ പ്രണയത്തിനൊരു ജനാധിപത്യ മര്യാദ അപ്പൊ തന്നെ ടേപ്പുകാരിയായി ഓൾറെഡി. അത് ശരിക്കും ഒരു മിസ്റ്റേക്ക് അല്ല. പെൺകുട്ടികൾ എല്ലാവരും എല്ലാ കാലത്തും അനുഭവിക്കുന്ന ഏറ്റവും വലിയ കാര്യമല്ലേ ഈ തേപ്പ് കാര്യം എന്നുള്ള വിളി. അതിപ്പം ജെൻഡർ ഇതില്ല സത്യം പറഞ്ഞ ആണുങ്ങളും. പിന്നെ ഞാൻ എത്രയോ പേരെ കണ്ടിട്ടുണ്ട്, ഇപ്പം പെൺപിള്ളേർ ആൺപിള്ളേരെ തേക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത് കറക്റ്റ് തേപ്പ് എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയാ ഈ പറഞ്ഞ അതെനിക്ക് കിട്ടുന്നില്ല ആക്ച്വലി. ഡിഫിക്കൽട്ട് ആണ് പറയാനായിട്ട്. ഇപ്പൊ ഇതിനകത്ത് ഞാൻ ട്രെയിലർ കണ്ടപ്പോഴേ ട്രെയിലറിൽ ഒരു വരി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇവിടെ എൻ്റെ ഹൃദയം സൂക്ഷിച്ചിട്ടാണ് പോകുന്നത്, എനിക്ക് ഇവിടുന്ന് വിട്ടുപോകാൻ പറ്റില്ലല്ലോ എന്നുള്ളത്. ജീവിതത്തിൽ പലയിടങ്ങളിൽ, പ്രണയത്തിൻ്റെ കാര്യത്തിലല്ല ചോദിക്കുന്നത് കേട്ടോ, ജീവിതത്തിൽ പലയിടങ്ങളിലും നമ്മൾ നമ്മുടെ ഹൃദയം വെക്കുന്നുണ്ട്. അത് ചിലപ്പോൾ നമ്മുടെ കരിയറിലായിരിക്കും, ചിലപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരിലായിരിക്കും, പ്രിയപ്പെട്ട വസ്തുക്കളിലായിരിക്കും. നെസ്ലിൻ്റെ ഹൃദയം അങ്ങനെ സൂക്ഷിച്ചു വെച്ച ഇടങ്ങൾ എവിടെയൊക്കെയാണ്? എനിക്ക് സിനിമ എനിക്ക് ഭയങ്കര, സിനിമയ്ക്കപ്പുറം എൻ്റെ ഫാമിലി ലൈഫിൽ ഞാൻ ഫാമിലിയോട് ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ബ്രേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ശേഷം അല്ലെങ്കിൽ ഈ ഒരു തിരക്കുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് എനിക്ക് ഏറ്റവും ഇതായിട്ട് കംഫർട്ടബിൾ ആവുന്നത് എൻ്റെ ഫാമിലിയോടൊപ്പമാണ്. ഇപ്പോൾ എൻ്റെ മൂത്ത ബ്രദറിനൊരു കുട്ടി ഉണ്ട്. അപ്പോൾ അവനാണ് എനിക്ക് ഭയങ്കര എന്താണ്, എനിക്ക് അവനെപ്പോഴും മിസ് ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ ഹൃദയം സൂക്ഷിച്ചു വെച്ച ഇടങ്ങൾ എൻ്റെ ഫാമിലി. ഇപ്പം സിനിമ കഴിഞ്ഞാൽ കേട്ടോ, സിനിമ അല്ലാത്ത ഇപ്പം ഫാമിലി ഉണ്ട്, അതേപോലെ വളരെ ചുരുക്കം ഫ്രണ്ട്സ് ഉണ്ട്. എന്നുവെച്ചാൽ 2-3 പേരൊക്കെ ഉള്ളൂ. ഞാൻ എപ്പോഴും അവരോടാണ് കൂടുതൽ സംസാരിക്കുന്നത്. അങ്ങനെ അപ്പം അവരുടെയൊക്കെ അടുത്താണ് കൂടുതലും. ഈ സൗഹൃദങ്ങളിൽ ഇനി വളരെ തിരഞ്ഞെടുപ്പ് കാണിക്കുന്ന അല്ലെങ്കിൽ വളരെ സെലക്റ്റീവായിട്ട് സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആളാണോ? സിനിമകളിൽ നമ്മൾ കാണുമ്പം സിനിമകളിലെല്ലാം സൗഹൃദങ്ങൾ സൂക്ഷിക്കുന്ന വ്യക്തിയായിട്ട് തോന്നിയിട്ടുണ്ട്, നെസ്ലിനും അതുപോലെ തന്നെ. പക്ഷേ ജീവിതത്തിലേക്ക് വരുമ്പം സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കാൻ ഒരു വല്ലാത്ത തിരഞ്ഞെടുപ്പ്, അതിനകത്ത് സെലക്റ്റീവ് ആവുന്ന ആളാണ്. തിരഞ്ഞെടുപ്പ് അങ്ങനെ ഒരു പ്രോസസ്സ് നടക്കത്തില്ല ആക്ച്വലി. അത് ഗ്രാജുവലി അങ്ങനെയാവും. അതായത് ഞാനുമായിട്ട് ജെല്ലാവുന്നവരുമായിട്ട് ഞാൻ പിന്നെ അങ്ങ് കീപ്പ് ചെയ്ത് പോകത്തുള്ളൂ. അല്ലാതെ ഇന്നയാളെ ഫ്രണ്ട് ആക്കണം അങ്ങനെയല്ല ആക്ച്വലി. അത് എനിക്ക് കിട്ടിയിട്ടുള്ള ഫ്രണ്ട്സ് ആണെങ്കിലും എൻ്റെ സ്വഭാവത്തോടും അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ അതേപടി മനസ്സിലാക്കാനും ഒക്കെ പറ്റാറുള്ള ഫ്രണ്ട്സാണ്. അതാ പറഞ്ഞ വളരെ ചുരുക്കം ഫ്രണ്ട്സേ ഉള്ളൂ എനിക്ക്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഡെയിലി ബേസിസിലാണ് സംസാരിക്കുന്നത്. എനിക്കും അതെ. അത് നമ്മൾ മനഃപൂർവ്വം ഒരു തീരുമാനം എടുക്കുന്നതല്ല ഇവരെ മാറ്റി നിർത്തണം അല്ലെങ്കിൽ ഇവരായിട്ട് ഇത്രയും മതി എന്നുള്ളത്. അത് അവർക്കും നമ്മളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ഇത് തോന്നണം. അല്ലെങ്കിൽ ഇപ്പോ നമ്മളുടെ തിരക്കുകൾ അവരും മനസ്സിലാക്കണം, അവരുടെ തിരക്കുകൾ നമ്മളും മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ നമുക്ക് പല സമയത്തും ഒരുമിച്ച് കാണാനോ അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യാനോ വിശേഷം പുതുക്കാനോ ഒന്നും പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കുന്നവർ ബാക്കി അവിടെ നിൽക്കും. ശരിക്കും എല്ലാ റിലേഷൻഷിപ്പിൻ്റെയും ബേസ് സൗഹൃദമാണ്. പ്രണയമാണെങ്കിലും ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിലും എല്ലാ റിലേഷൻഷിപ്പിൻ്റെയും പിന്നെ എനിക്കൊന്ന് പാരൻസിനോട് തോന്നുന്നത് പോലും ഒരു വല്ലാത്ത സൗഹൃദം ഉണ്ടെങ്കിലേ ഓപ്പണായിട്ട് പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ പ്രേമലുവിലേക്ക് വരുമ്പം പ്രേമലുവിൽ എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ അതിനകത്ത്
അളിയൻ ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ മച്ചാൻ ഇവിടെ ഉണ്ടോ എന്ന് തോന്നിയത് മാറ്റി വരുന്നൊരു സമയത്താണ്. ശരിക്കും ജീവിതത്തിൽ ഒരുമിച്ച് തുടങ്ങിയ ആൾക്കാരാണ്. മാത്യുവിന് മുമ്പ് സിനിമ കുമ്പളങ്ങി അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഒരുമിച്ച് തുടങ്ങിയ ആൾക്കാരാണ്. നിങ്ങൾ തമ്മിൽ ഒരു വല്ലാത്ത വൈബ് എപ്പോഴും, ഒരു കോംബോ എപ്പോഴും കാണിക്കുന്നുണ്ടെന്നുള്ളത് സിനിമയ്ക്ക് പുറത്തും അകത്തും പുറത്തും ഒക്കെ കാണിക്കുന്നുണ്ട്. ഈ മാത്യു ഒരു എന്തോ എനിക്ക് തോന്നുന്നു എന്തോ രക്ഷകനായിട്ട് അഡ്വൈസ് തരുന്ന ആളായിട്ടൊക്കെയാണ് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പറയണ്ട, ഞാനായിട്ട് പറയുന്നില്ല, അതിന്റെ സസ്പെൻസ് കളയുന്നില്ല. അല്ലെങ്കിൽ അവൻ വളരെ രസമുള്ള ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പക്ഷെ മാത്യു എനിക്ക് സിനിമയ്ക്ക് അപ്പുറം ഇതേപോലെ വളരെ ഫ്രീക്വന്റ് ആയിട്ട് ഞങ്ങൾ കാണുകയും സംസാരിക്കുകയും എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഷെയർ ചെയ്യും, അവൻ്റെ പേഴ്സണൽ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന ഒരു വളരെ അടുത്തൊരു സുഹൃത്താണ് എൻ്റെ. സിനിമയിൽ ഒരേപോലെ നിങ്ങളിങ്ങനെ ഒരു രണ്ടുപേരും സിനിമകളിൽ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴെങ്കിലൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ പറയുന്ന കമന്റ് എന്താണെന്ന് അറിയോ? ദാസനും വിജയനും, അതൊരു ന്യൂജൻ ദാസനും വിജയൻ എന്നാണ് പറയുന്നത്. സിനിമ അഭിനയിച്ച് കുറെ കാലം നമ്മൾ കോംബോകൾ ഒരുപാട് കണ്ടിട്ടുണ്ടല്ലോ. ഭാവിയിൽ മലയാള സിനിമയെ ഏറ്റവും മുന്നോട്ട് നയിക്കുന്ന രണ്ട് പില്ലേഴ്സായി മാറുന്ന അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലൊക്കെ? ഇല്ല, ഞങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ, ഇത് കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ വളരെ സന്തോഷമുണ്ടെങ്കിലും ഇത് ഭാവിയിൽ ഞങ്ങൾ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ ഒരാഗ്രഹം എപ്പോഴും ഉള്ളിലുണ്ട്, ഒരു പൊസിഷനിലെത്തണം എന്നുള്ളത്. ഇൻഡിവിജ്വലി ഞങ്ങൾ രണ്ടുപേർക്കും അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. പക്ഷേ ഇത് എന്താ പറയാ, അതിനെപ്പറ്റി കൂടുതൽ ഞങ്ങൾ ചിന്തിച്ച് തല വയ്ക്കാറില്ല. അത്രയ്ക്കൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. അല്ല, ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും. ഉയരങ്ങളിലെത്തണം, കുറച്ച് സക്സസ്ഫുൾ ആവണം എന്നുള്ളതിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആഗ്രഹമുണ്ട്. ഓക്കെ, ഈ ശരിക്കും ഏറ്റവും ആഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. മമിത ആഗ്രഹിച്ച് സിനിമാ നടിയായ അല്ലെങ്കിൽ സിനിമയിലേക്ക് വന്ന, സിനിമയിൽ തുടർന്ന ഒരാളാണെന്നാണ് മനസ്സിലാക്കുന്നത്. ശരിക്കും ഈ ആഗ്രഹം എത്രത്തോളം മുന്നോട്ട് നയിക്കുന്നുണ്ട് ഓരോ സിനിമ കഴിയുമ്പോഴും? അത് സ്വയം പഠിക്കാനും സ്വയം നവീകരിക്കാനും അല്ലെങ്കിൽ എല്ലാ തരത്തിലുമുള്ള മാനസികവും ശാരീരികവുമായ മാറ്റങ്ങൾ വരുത്താനൊക്കെ എത്രത്തോളം ഈ ഉള്ളിലുള്ള ആഗ്രഹം സഹായിക്കുന്നുണ്ട് മമിതയെ? ഓരോ സിനിമ കഴിയുമ്പോഴത്തേനും അതിൽ നിന്ന് ഓരോ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടാണല്ലോ നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് സിനിമ എന്ന് പറയുന്നത് എൻ്റെ 10 പടം കഴിഞ്ഞിട്ടാണ് ഇതാണ് എൻ്റെ മേഖല, ഇതിൽ നിന്ന് എനിക്ക് വിട്ടു മാറാൻ പറ്റില്ല എന്ന് എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമായതും എനിക്ക് അതാണ് ഇഷ്ടം. ഞാൻ ഉറപ്പിച്ചതും അപ്പോഴാണ്, 10 സിനിമ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ പ്രേമയിലൊക്കെ ചെയ്ത് നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഗ്രേറ്റ്ഫുള്ളുമാണ് ഞാൻ. അതോടൊപ്പം തന്നെ ഇനിയും നല്ല സിനിമകൾ ചെയ്യണം എന്നുള്ള ആ ഒരു ആഗ്രഹവും വരും. അത് എത്ര കാലം ഉണ്ടാവുമോ അങ്ങനെയൊന്നും എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ. പക്ഷെ കിട്ടുന്ന ക്യാരക്ടേഴ്സ് നല്ല രീതിയിൽ അവതരിപ്പിക്കുക, നല്ല ക്രൂവിൻ്റെ കൂടെ ആക്ട് ചെയ്യുക, നല്ല കോ ആർട്ടിസ്റ്റുകളോട് ആക്ട് ചെയ്യുക, ആ ഒരു ആഗ്രഹമൊക്കെ എപ്പോഴും ഉണ്ടാവും. ഈ ഒരു കാലത്ത് രണ്ടുപേർക്കും സിനിമ തിരഞ്ഞെടുക്കുക, എനിക്ക് വരുന്നു സിനിമ, ഓക്കെ ഞാനത് അഭിനയിക്കുന്നു എന്നതിനപ്പുറം ഇപ്പോൾ കുറച്ചുകൂടെ സിനിമ എനിക്ക് ചിലപ്പോൾ ഈ സിനിമ വേണ്ട, എനിക്ക് അത്ര പറ്റാത്തതാണ്. പണ്ട് അത്തരം ഒരു ചിന്തകൾ ചിലപ്പം നിങ്ങളുടെ മനസ്സിൽ കൂടെ പോയിട്ടുണ്ടാവില്ല, ഇപ്പോഴത് കൂടുതൽ ചിന്തിക്കുന്നുണ്ടോ? ഇപ്പം ചിലപ്പോഴൊക്കെ ഈ സിനിമയിൽ അഭിനയിക്കുമ്പം പലരും നമ്മുടെ ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്ന, സിനിമ മേഖലയിൽ ചർച്ചയാവുന്നതാണ് ഇപ്പം സാലറിയുടെ കാര്യത്തിലൊക്കെ ഉള്ള ചർച്ച. അപ്പോൾ എനിക്ക് ഇത്ര രൂപ കിട്ടണമെന്നൊക്കെ പറയാവുന്ന രീതിയിലേക്ക് നിങ്ങൾ വളർന്നിട്ടുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അത്തരം ചിന്തകളൊക്കെ നിങ്ങളുടെ മനസ്സിലൊക്കെ പോയിട്ടുണ്ടോ? ഈ എനിക്ക് ഇത്രയും തന്നെ കിട്ടണം എന്ന് ഞാൻ വാശി പിടിക്കാറില്ല. നമ്മളുടെ പേയ്മെന്റ് പറയാറുണ്ട്. ഇപ്പോൾ ആ മൊത്തം പടത്തിന്റെ എന്താണ് ബിസിനസ് നടക്കുന്നതെന്ന് നോക്കിയിട്ട് നമ്മൾക്ക് മാന്യമായിട്ടൊരു അല്ലെങ്കിൽ ശമ്പളം പറയുന്നതിൽ ഒരു തെറ്റുമില്ല, നമ്മളുടെ ശമ്പളം പറയുന്നതിൽ. പിന്നെ സിനിമ സെലക്ട് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിൽ ഇപ്പോൾ ആദ്യം തുടക്ക സമയത്ത് നമ്മൾക്ക് വരുന്നതെല്ലാം ചെയ്യാം എന്നുള്ളൊരു ഇതിലായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഒരുപാട് സ്ക്രിപ്റ്റുകളോ അല്ലെങ്കിൽ ഒരുപാട് കഥകളോ ഒന്നും അങ്ങനെ വന്നിട്ടില്ല. ഇപ്പോഴാണ് ഒരു ജോയിൻജോക്ക് കഴിഞ്ഞ ആ ഒരു സമയം മുതലാണ് കുറച്ചുകൂടി അധികം സെലക്ട് ചെയ്യാൻ, നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനുകൾ കിട്ടിത്തുടങ്ങിയത്. അപ്പോൾ എനിക്ക് പറഞ്ഞ പോലെ കാരണം ഈ സാലറിയുടെ കാര്യം പറയുമ്പോഴേ പുരുഷന്മാർക്ക് ഒരു പക്ഷേ സാലറി ചോദിക്കുന്ന കാര്യം അല്ലെങ്കിൽ അങ്ങനെ ഡിമാൻഡ് ചെയ്യാനുള്ള ഒരു പവർ ഉണ്ടാകുമ്പോഴും പെൺകുട്ടികൾക്ക് അത് അത്ര ഇല്ലാത്തൊരു കാലമുണ്ട് നമ്മുടെ മുൻപിൽ. ആ ഒരു അർത്ഥത്തിൽ കൂടിയാണ് മമിതയോട് ഞാൻ ആ ചോദ്യം ചോദിക്കുന്നത്. ഇപ്പൊ സാലറിയുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പൊ ഒരു പടം കഴിയുമ്പം ആരാണ് അതിൽ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ചിരിക്കും അവരുടെ പേയ്മെൻറ്റ്, അതിനനുസരിച്ച് അവർക്ക് ക്ലെയിം ചെയ്യാം അവരുടെ പേയ്മെൻറ്റ് ആക്ച്വലി. അപ്പം സംടൈംസ് അത്
ഇപ്പം ബോളിവുഡിലൊക്കെ അത് അങ്ങനെയുണ്ട്. ഇപ്പം ദീപിക പദുക്കോൻ്റെ ഒക്കെ റെമ്യൂണറേഷനും അത്രയും ഹൈ ആണ് സത്യം പറഞ്ഞാൽ. ഹൂ ബ്രിങ്സ് ദി ആക്ച്വൽ മാർക്കറ്റിംഗ് ടു ദ ടേബിൾ എന്നുള്ളതിനനുസരിച്ചിരിക്കും. അപ്പോൾ ഞാൻ അത്രയും വളർന്നിട്ടില്ല ആക്ച്വലി. എനിക്കിപ്പം ഇന്നത് വേണം, ഈ പറഞ്ഞ പോലെ എനിക്ക് നിർബന്ധം പിടിക്കാൻ പറ്റത്തില്ല ഒരു ഇത്രയും എമൗണ്ട് വേണമെന്നുള്ളത്. ഞാൻ ആക്ച്വലി എൻ്റെ ഫോക്കസ് മൊത്തം സിനിമയിലായത് കാരണം എനിക്ക് നല്ല ക്യാരക്ടർ കിട്ടുമ്പം അതിൽ എൻ്റെ പേയ്മെൻറ്റ് എത്രയാണോ അത് ഞാൻ പറയും. അപ്പോൾ അവർ അതിനെന്തെങ്കിലും നെഗോഷിയേഷൻ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ഓക്കെ ആയിരിക്കും. അപ്പം എൻ്റെ ക്യാരക്ടർ എത്രത്തോളം ഉണ്ട്, എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അതിനൊക്കെ അനുസരിച്ചിരിക്കും നമ്മുടെ പേയ്മെൻറ്റ്. അപ്പോൾ എനിക്ക് അത്രയും ബയസ് ഞാൻ ഇതുവരെ അനുഭവിക്കപ്പെട്ടിട്ടില്ല സത്യം പറഞ്ഞാൽ. കാര്യങ്ങൾ കുറച്ചും കൂടി സ്മൂത്ത് ആണെന്ന് പക്ഷെ അങ്ങനെ എക്സ്പീരിയൻസിൽ ഞാൻ പറയുന്നത്. അങ്ങനെ പറയുമ്പോഴും ഈ അടുത്ത് ഒരു നടി, ഞാൻ പേര് പറയുന്നില്ല, ഈ അടുത്തൊരു നടി തുറന്നു പറഞ്ഞൊരു കാര്യമുണ്ട്. ചിലപ്പോൾ സെറ്റുകളിൽ അനുഭവിക്കുന്ന വേർതിരിവിനെക്കുറിച്ച്, ആൺ-പെൺ വേർതിരിവുകളെക്കുറിച്ച് കൃത്യമായിട്ട്, അല്ലെങ്കിൽ പെൺകുട്ടികൾ ചിലപ്പോഴൊക്കെ അനുഭവിക്കുന്ന വല്ലാത്ത വേദനയെക്കുറിച്ച് ഒരു നടി തുറന്നു പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മമിതയെ സംബന്ധിച്ചിടത്തോളം സിനിമയുടെ ഭാഗമായി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിലുള്ളൊരു ഫേസിലൂടെ കൂടെ കടന്നു പോകേണ്ടി വന്നിട്ടില്ലേ? അല്ലെങ്കിൽ സുരക്ഷിതമല്ലാത്ത ഒരിടമാണ് ഇപ്പോഴും സിനിമ എന്ന് പറയാൻ സാധിക്കുമോ? ഒരിക്കലും ഇല്ല, സുരക്ഷിതമായ ഇടമാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പൊ അതിനകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായതുകൊണ്ടും കൂടെയാണ് ഞാൻ ഈ പറയുന്നത്. പക്ഷെ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് എല്ലാ മേഖലയിലും ഉണ്ട്. സിനിമ എന്ന് പറയുന്ന മൊത്തം ആ സിനിമയിലുള്ള എല്ലാവരും തന്നെ അങ്ങനെ ഒരു മനോഭാവമുള്ള ആൾക്കാരായിരിക്കില്ല, ഒന്നോ രണ്ടോ പേരായിരിക്കും. അപ്പോൾ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണിത് സത്യം പറഞ്ഞാൽ. ഇപ്പം സിനിമയിൽ മാത്രമല്ല, എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ട്. എല്ലാ ഇൻഡസ്ട്രിയിലും ഇപ്പൊ ഒരു IT ഓഫീസിലാണെങ്കിലും അവിടെ കാണാം ഈ ബയസ്, അതൊക്കെ അവിടെയും കാണാം. കാസ്റ്റിംഗ് കൗച്ച് അടക്കമുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. ഇപ്പോഴൊന്നും അത് സത്യം പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ഇല്ലാന്ന് തന്നെ തോന്നുന്നു. കാരണം ഇപ്പം ആൾക്കാർ കുറച്ച് ഓപ്പൺ ആണ് എല്ലാത്തിനും. ഇപ്പം മിണ്ടാതിരിക്കുക അങ്ങനെയൊന്നും ഇല്ല. ഇപ്പം എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയതുകൊണ്ട് ആക്ച്വലി എനിക്ക് എന്ത് നടന്നു കഴിഞ്ഞാലും ഇപ്പൊ നമുക്ക് അത് അത് സമൂഹത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇപ്പൊ സോഷ്യൽ മീഡിയ ആണെങ്കിലും സോഷ്യൽ മീഡിയ വഴിയാണെങ്കിലും അത് അപ്പൊ തന്നെ അറിയുന്നുണ്ട് ആൾക്കാർ. നമുക്ക് പ്രതികരിക്കാൻ ഇപ്പോഴും ചില സിനിമകൾ ഇറങ്ങുമ്പോഴേ ഈ പ്രൊമോഷനുകൾ സിനിമയുടെ ഭാഗമായിട്ട് നടക്കുമ്പോഴും പ്രൊമോഷൻ വളരെയധികം ഉണ്ടാകണമെന്ന് നിർബന്ധിതമാവുന്നുണ്ട് ചിലപ്പോഴൊക്കെ. കാരണം ഈ റിവ്യൂകൾ, ചിലരുടെ അഭിപ്രായങ്ങൾ, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേട്ട് സിനിമയ്ക്ക് പോവുക എന്നത് സിനിമയെ തന്നെ ഒരർത്ഥത്തിൽ തകർക്കുന്നതിനൊക്കെ കാരണമായി വരുന്നുണ്ട്. നമ്മൾ ഏറ്റവും വലിയ സിനിമകളുടെ ചില അവസ്ഥകളൊക്കെ നമ്മുടെ മുൻപിൽ എക്സാമ്പിളായിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അത്തരത്തിലുള്ള റിവ്യൂ ബോംബിംഗ് അടക്കമുള്ള, അല്ലെങ്കിൽ ഇത്തരത്തിൽ സിനിമയെ മോശമാക്കാനുള്ള എഴുത്തുകൾ, സംസാരങ്ങൾ ഉണ്ടാവുന്നതിനെ കുറിച്ചൊക്കെ അങ്ങനെ ഒരു ക്യാമ്പയിൻ സംഭവിക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് റിവ്യൂവേഴ്സിനെ കൊണ്ട് സിനിമ മോശം ആകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിപ്പോൾ അത് തിയേറ്ററിൽ വർക്കാവാത്തത് ആ സിനിമയുടെ എന്താ പറയാ, ആ സിനിമയുടെ വിദ്യ അതായിരിക്കും. അല്ലാതെ റിവ്യൂ ചെയ്തുകൊണ്ട് ഒരു സിനിമ ഇപ്പം ഒരു മോശമായിട്ടുള്ള റിവ്യൂ ആണെങ്കിലും സിനിമ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത് അത് റൺ ചെയ്ത് പൊയ്ക്കോളും, അതില് വലിയ കുഴപ്പമില്ല. പക്ഷെ അടക്കം അത്തരം വലിയ പ്രൊമോഷനുകൾ ഇല്ലാതെ വന്ന് മനോഹരമായ പക്ഷെ ഈ പറയുന്ന ഒരു വ്യക്തിയുടെ അഭിപ്രായമാണല്ലോ പറയുന്നത്. അതെല്ലാവരെയും റെപ്രസെന്റ് ചെയ്തിട്ടല്ലല്ലോ പറയുന്നത്, ഒരു സമൂഹത്തിനെ റെപ്രസെന്റ് ചെയ്തിട്ടല്ലല്ലോ പറയുന്നത്. തീർച്ചയായിട്ടും അത് ആൾക്കാർക്ക് മനസ്സിലാക്കാനും അത് സ്വയം അഭിപ്രായത്തിൽ അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടത്തിന് പോയി സിനിമ കണ്ട് അവരുടെ അഭിപ്രായം എന്താണോ എന്ന് വ്യക്തമാക്കാനുള്ള മറ്റാരെയും കേട്ട് സിനിമയ്ക്ക് പോകരുത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇപ്പം ഒരു പടം ഇറങ്ങുമ്പോഴത്തേനും സ്വയം ഇത് കാണാൻ തോന്നുന്നുണ്ടെങ്കിൽ പോയി കാണും. ഇപ്പം എനിക്കറിയാവുന്നൊരു കുറച്ച് പേര് ഇപ്പം ഈ പടം ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് റിവ്യൂ വരട്ടെ എന്നിട്ട് പോകും. ആ അഭിപ്രായം ഞാൻ അതിനോട് യോജിക്കുന്നില്ല സത്യം പറഞ്ഞാൽ. അവർക്ക് ഇഷ്ടമാണെങ്കിൽ, അവർക്കത് കാണാൻ തോന്നുന്നുണ്ടെങ്കിൽ പോയി കാണാം. അതാണ് വേണ്ടത് സത്യം പറഞ്ഞാൽ. നിങ്ങൾ പറഞ്ഞല്ലോ ഈ ട്രെയിലർ കണ്ടിട്ട് നിങ്ങൾക്ക് സിനിമ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് നിങ്ങളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്നതിനപ്പുറം അത് മാറ്റി നിർത്തിയാലും ഈ ട്രെയിലർ കാണുമ്പോൾ പ്രേമല് കൊള്ളാലോ എന്നൊരു ഫീൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ എന്തായാലും ഇന്റർവ്യൂവിന്റെ ഏറ്റവും അവസാന ഭാഗത്തേക്ക് കിടക്കുമ്പോൾ ഈ 9-ാം തീയതി സിനിമ വരികയാണ്. പ്രേക്ഷകൻ ഇത് കാണണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തായിരിക്കും? ഇതുകൊണ്ട് നിങ്ങൾ കാണണമെന്ന് പറയാനുള്ളത്. ഇത് വളരെ നല്ലൊരു ക്വാളിറ്റി ടീം ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു ക്വാളിറ്റി പ്രൊഡക്റ്റാണ്. അത് തീർച്ചയായിട്ടും തിയേറ്ററിൽ അത് മിസ് ചെയ്യാതിരിക്കണം എന്നാണ്, മിസ് ചെയ്യരുതാരും. അത് വളരെ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാവുന്ന, ഇപ്പോൾ ഒരു ചിരി കിട്ടിക്കഴിഞ്ഞാൽ അതല്ല, ഇപ്പോൾ
ഇപ്പൊ തിയേറ്ററിൽ ഒരാൾ ചിരിച്ചു കഴിഞ്ഞാൽ അത് ഒരു സ്പ്രെഡ് ആവും. അതെ അതെ അപ്പൊ ഞാൻ ഇതിനിടയിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതേ നിങ്ങൾ ഇപ്പൊ ഇന്റർവ്യൂവിൽ സീരിയസ് ആയി സംസാരിക്കുന്നു, പക്ഷെ പടം കോമഡി റോംകോം ആണ്. അപ്പൊ അതിന്റെ കൂടെ തന്നെ ഈ ഒരു വൈബ് ലൊക്കേഷനിലും പ്രകടമായിരുന്നില്ലേ? പിന്നെ അത് വളരെ ഗുണം ചെയ്തിട്ടുണ്ട് സിനിമയ്ക്കും. അത് നിങ്ങൾ സിനിമ കാണുമ്പോഴാണെങ്കിലും മനസ്സിലാവും. ഇപ്പൊ ഈ ട്രെയിലറിൽ തന്നെ അതിന്റെ ഒരു ചെറിയൊരു ഗ്ലാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഫൺ ഒരു കോമഡി അല്ലേ, തോന്നിയില്ലേ? ഉറപ്പായിട്ടും. അപ്പോ അത് ത്രൂ ഔട്ട് സിനിമയിലും ഞങ്ങളുടെ എല്ലാവരുടെയും റാപ്പോ അത് ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ കെമിസ്ട്രി ആണെങ്കിലും ഞാനും ഗിരീഷേട്ടനും എല്ലാവരും തമ്മിലുള്ള ബോണ്ടാണെങ്കിലും അത് കാര്യങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞാൻ എപ്പോഴും ഈ ഇൻ്റർവ്യൂ ചെയ്യുമ്പം നമ്മുടെ ഇൻ്റർവ്യൂ ഹാപ്പി ടു മീറ്റ് യു നമ്മൾ സംസാരിക്കുമ്പോൾ ഏറ്റവും അവസാനം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എല്ലാവരോടും ചോദിക്കുന്ന ചോദ്യമാണ്, ഇവിടെയും ചോദിക്കുന്നു. മമിതയും നസ്ലിനെയും നിങ്ങൾ ജീവിതത്തിൽ നിങ്ങളെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം, ഏറ്റവും സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം, അതെന്തായിരിക്കും? എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന കാര്യം സിനിമയാണ്. സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പ്രത്യേകിച്ച് അത് ഇതുപോലെ ഇങ്ങനത്തെ ക്വാളിറ്റി ടീമിൻ്റെ കൂടെ ആണെങ്കിൽ ഭയങ്കര അതിലേറെ സന്തോഷമാണ്. അപ്പോൾ ആ പ്രോസസ്സ് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതിനെ ഭയങ്കരമായിട്ടും സന്തോഷിപ്പിക്കാറുണ്ട്. സങ്കടപ്പെടുത്തുന്നത് പല കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പം ഇന്നൊരു കാര്യം നടത്തിയതായിരിക്കും നമുക്ക് ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും സങ്കടം ഏറിയൊരു കാര്യം എന്ന് ഓർക്കുമ്പോൾ നാളെ വേറൊരു കാര്യം ഓർക്കും, അതാവും നമ്മുടെ ഏറ്റവും വലിയ സങ്കടം. അങ്ങനെ പല മാറി മാറി വരും. എന്നെ സന്തോഷിപ്പിക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ചെറിയ കാര്യങ്ങളായിരിക്കാം അതെല്ലാം കേൾക്കുമ്പോൾ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ ഇപ്പോൾ എന്ത് സിറ്റുവേഷനിലാണോ നമുക്ക് നിൽക്കുന്നതെന്നനുസരിച്ച് എൻ്റെ സന്തോഷങ്ങളുടെ ഫാക്ടർ മാറാറുണ്ട്. അപ്പോൾ വളരെ ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു സമയത്താണ് എനിക്ക് എന്തെങ്കിലും വളരെ നിസ്സാരമായിട്ടുള്ള എന്തെങ്കിലും സന്തോഷിക്കാനുള്ള ഒരു കാര്യം കിട്ടുന്നതെങ്കിൽ എന്നെ ഭയങ്കരമായിട്ട് ഞാൻ വളരെ ഹാപ്പി ആവുന്ന ഒരാളാണ് ആ കാര്യം. സങ്കടപ്പെടുത്തുന്നത് ഇതുപോലെ എനിക്ക് അറിയില്ല. സങ്കടപ്പെടാതിരിക്കട്ടെ എപ്പോഴും. അതെ, സങ്കടപ്പെടാതിരിക്കട്ടെ. സങ്കടം വരാറുണ്ട്, സങ്കടം വരുമ്പോൾ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ സങ്കടപ്പെടാതിരിക്കട്ടെ. അതെ, 9 തീയതി വരികയാണ്. എല്ലാവർക്കും സന്തോഷം മാത്രം വരട്ടെ. അത് കറക്റ്റ് തന്നെ, സന്തോഷം മാത്രം വരട്ടെ. സങ്കടം എന്തായാലും കരയാൻ പറ്റട്ടെ, നന്നായിട്ട് കരഞ്ഞത് അധികം നീണ്ടുപോകാതിരിക്കട്ടെ. അതാണ് ഞാൻ ഒരു വിശ്വാസം പറഞ്ഞു കേട്ടോ. സങ്കടം വരുമ്പോൾ നിർബന്ധമായും കരയണം. കരച്ചിലിന്റെ ആഴം കൂടാതിരുന്നാൽ മാത്രമാണ്. ദേഷ്യം വരുമ്പോൾ നിങ്ങൾ ദേഷ്യം പ്രകടിപ്പിക്കണം, മറ്റൊരാളെ വേദനിപ്പിക്കാതിരുന്നാൽ മതി. അതങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. കണ്ടതിനും കുറെ നേരം സംസാരിച്ചു. ഈ ചോദ്യങ്ങൾ കുറെ അധികം ബാക്കി നിൽക്കുന്നു, സമയക്കുറവുള്ളതുകൊണ്ട് വീണ്ടും കാണാം. ഉറപ്പായിട്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.